നമ്മളെ ആരെങ്കിലും പൊങ്ങച്ചക്കാരി അല്ലെങ്കിൽ പൊങ്ങച്ചക്കാരെന്ന് വിളിക്കുന്നുണ്ടോ? ആർക്കറിയാം. നമ്മളൊരു സ്ഥലത്ത് സംസാരിച്ച് ഒരു ഗ്യാതറിങ്ങിലൊക്കെ ഒരുമിച്ചൊക്കെ ഇരുന്ന് സംസാരിച്ച് നമ്മൾ ശരിയെന്നൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞ് പോന്നു കഴിഞ്ഞാൽ ആ പോന്ന ബാക്കിയുള്ള ആൾക്കാർ പറയുന്നുണ്ടാവും ചിലപ്പോൾ, എന്തായിരുന്നു തള്ളല്, എന്തായിരുന്നു പൊങ്ങച്ചം, ആ സ്ത്രീ കുറച്ചാണെങ്കിൽ അതിനേക്കാൾ രണ്ടിരട്ടിയായിരുന്നു അയാള്. ഇങ്ങനെ അവർ പറയുന്നുണ്ടോ? ആർക്കറിയാലേ. എന്തായാലും നമ്മൾ ഒന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മളെ ആരെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടോയെന്നുള്ളത്. കാരണം വേറെ ആരും നമ്മളോട് മുഖത്ത് നോക്കി പറയില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സംസാരത്തിൽ നല്ല പൊങ്ങച്ചുണ്ട് കേട്ടോ, നല്ല തള്ളു തള്ളുന്നുണ്ട് കേട്ടോ എന്ന് നേരിട്ട് പറയില്ല. രാജാവ് നഗ്നനാണെന്ന് മുമ്പും പറഞ്ഞിട്ടില്ലല്ലോ, എല്ലാവർക്കും പേടിയായിരുന്നില്ലേ? അപ്പം പറയില്ല. അപ്പോൾ അത് ആര് നോക്കണം? നമ്മൾ തന്നെ നോക്കണം. അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കണം. അത് നോക്കണമെന്നുണ്ടെങ്കിൽ എന്താ ഈ പൊങ്ങച്ചെന്ന് കുറെ ഇതുണ്ട്. എന്താ സത്യത്തിൽ ഈ പൊങ്ങച്ചം? ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ ഒരു ചെറിയൊരു കാര്യം ചെയ്തിട്ടുണ്ടാവും, അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. അതിനെ അങ്ങോട്ട് ഭയങ്കരമായി പൊലിപ്പിച്ച് കുറേ നമ്മൾ പറഞ്ഞാൽ അതിനെ എന്ത് പറയും? പൊങ്ങച്ചെന്ന് പറയും. ഇപ്പം നമ്മൾ ഒരു ഞാൻ പറയാം, ഇപ്പം ഞാനൊരു മാല വാങ്ങിക്കുകയാണ്. നമ്മളൊരു മാല വാങ്ങിച്ചു. ആ മാല പേളിൻ്റെ മാല വാങ്ങിച്ചു. ഇവിടെ അടുത്തുനിന്നാണ് വാങ്ങിച്ചത്. എന്നോട് ആരെങ്കിലും ചോദിക്കുക, ഈ മാല എവിടുന്നാണ് വാങ്ങിച്ചത്? അപ്പം ഞാൻ പറയാണ്, ഇത് ഹൈദരാബാദ് എന്ന്. പ്രത്യേകിച്ച് അത് അധികം ആർക്കും ആ കടയുടെ പേര് അറിയില്ല. അത് വളരെ സെലിബ്രിറ്റീസ് മാത്രം വാങ്ങിക്കുന്ന ഒരു കടയാണ്. ആ കടയിൽ ആകെ ഒരു 10 പീസേ ഓരോന്നും ഉണ്ടാക്കുള്ളൂ. അത് ഞാൻ സ്പെഷ്യലായി കണ്ടുപിടിച്ച് ആ 10 പീസിലെ ഒരു പീസാണ് ഈ മാല എന്ന് ഞാൻ പറഞ്ഞാൽ ഞാനൊരു പൊങ്ങച്ചക്കാരി തന്നെയാണ്. എന്ത് തള്ളാ ഞാൻ തള്ളിയത്. അപ്പോൾ ചെറിയൊരു കാര്യത്തിനെ പോലെ ഇപ്പം ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്യാം, അതിലേക്ക് കുറേ മസാലയൊക്കെ ചേർത്ത്. ഇനി നമ്മൾ അപ്പുറത്തിരിക്കുന്ന ആള് നമ്മളോട് പറയൊന്നുമില്ല, എന്ന് പറയും. അവർ പുറത്തേക്ക് ഇങ്ങനെ കാണിക്കും, ആ അതെയോ അതെയോ എന്നൊക്കെ പറയും. അപ്പം നമ്മൾ വിചാരിച്ചു, ഒരു നല്ല ഇൻട്രസ്റ്റിലാണല്ലോ, അപ്പോൾ കുറച്ചും കൂടിയും കൂട്ടി. ഇതിന് തൊട്ട് മുമ്പ് ഇത് വാങ്ങിച്ചു പോയത് ഫിലിം സ്റ്റാർ ആയിട്ടുള്ള മഞ്ജു വാര്യരായിരുന്നു അത്ര. ഞാൻ വാങ്ങിയതിന് തൊട്ട് മുമ്പ് വാങ്ങിയത് ഒന്നും കൂടി അങ്ങോട്ട് ആഡ് ചെയ്തു. ഇങ്ങനെ നമ്മൾ അതിനെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അതിനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സംശയമില്ല, നമ്മളൊരു പൊങ്ങച്ചക്കാരിയാണ് എന്നുള്ളത് ഇത് നമ്മൾ പോന്നു കഴിഞ്ഞാൽ പറയുന്നുണ്ടാവും. ഇങ്ങനെ പല ഇനി ചിലത് നമ്മൾ അച്ചീവ് ചെയ്തിട്ടേ ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മുടെ മോഹമായിരിക്കാം. ഇപ്പം നമ്മളൊരു ടൂറ് പോയി, നമ്മൾ തൊട്ടടുത്ത് വരെ നമ്മൾ ടൂറ് പോയി. നമ്മളിപ്പോൾ ചിലപ്പോൾ മണാലി വരെ ആയിരിക്കും നമ്മൾ പോയിട്ടുണ്ടാവുള്ളൂ. സോ മഞ്ഞും ഇതൊക്കെ ആയിട്ടുള്ള നമ്മളിങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു മോഹമാണ് ജമ്മു കാശ്മീരും കൂടി കാണണം എന്നുള്ളതൊരു മോഹമാണ്. നമ്മൾ എന്ത് ചെയ്തു? തിരിച്ചു വന്നിട്ട് എന്തായാലും മഞ്ഞും ഇതൊക്കെയുള്ള ഫോട്ടോസ് തന്നെയല്ലേ, ആരറിയുന്നു അത് ജമ്മു, ജിയോ ടാഗ് ഒന്നും അല്ലല്ലോ എടുക്കണത്. നമ്മളിവിടെ വന്ന് തിരിച്ചു പറഞ്ഞു, കാശ്മീർ അതൊരു വല്ലാത്ത സ്ഥലം, അതിൽ പോയി ജീവിച്ചിട്ട് പിന്നെ കാര്യം, കാശ്മീരിൽ പോയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമ്മൾ ചെയ്യാത്ത കാര്യത്തിനെ ചെയ്തു എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് നമ്മൾ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു പൊങ്ങച്ചക്കാരി തന്നെയാണ്, അതിൽ സംശയമില്ല. നമുക്ക് കാരണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ നമ്മൾക്ക് കൂടുതൽ റെസ്പെക്റ്റ് തരിക, കൂടുതൽ നമ്മളെ ബഹുമാനിക്കുക, നമ്മൾ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നതായിട്ട് നമുക്ക് തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ നമ്മൾ ഈ വലുത് വിടുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്നത് തള്ളൽ എന്നൊക്കെ. ഇതിന് സ്വയം പൊക്കി SP എന്നുള്ളതൊക്കെ നമ്മൾ പണ്ടേ കണ്ടിട്ടുണ്ട്. ഏറ്റവും നന്നായിട്ട് കുറേ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉർവശിയൊക്കെ തലയുടെ മന്ത്രത്തിൽ വളരെ ഭംഗിയായിട്ട് ഇങ്ങനത്തെ ക്യാരക്ടറൊക്കെ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. അതേപോലെ ഞാനൊരു കാര്യം കണ്ടിട്ടുണ്ട്, കുട്ടികളുടെ ചില റിസൾട്ടിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ ഇപ്പം ക്ലബിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറയണ ഒരാൾ പറയും, എൻ്റെ കുട്ടിക്ക് 2 A+ ഉള്ളൂ, ബാക്കിയൊക്കെ Bയും Cയും ഒക്കെ ഉണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന വേറൊരാളുടെ ഒരു സംസാരം, എൻ്റെ മോൾക്ക് ഫുൾ A+ ആണ്. സത്യമായിരിക്കാം, ഫുൾ A+ ആണ് എന്ന്. പക്ഷെ അവളുണ്ടല്ലോ ഒരക്ഷരം പഠിക്കില്ല, പരീക്ഷയുടെ തലേ ദിവസം മാത്രം പുസ്തകം എടുക്കുള്ളൂ. അതിനു മുമ്പൊക്കെ റീൽസ് കളിയും അതേപോലെ സോഷ്യൽ മീഡിയയും വാട്സാപ്പും ഇതൊക്കെയാണ്. പരീക്ഷയുടെ തലേ ദിവസം ഒരു 2 മണിക്കൂർ ഇരുന്ന് പഠിക്കും. അവൾക്ക് ഫുൾ A+. കേട്ടാൽ നമുക്ക് അപ്പം മനസ്സിലാവും, പച്ചക്കള്ളമാണെന്ന് മനസ്സിലാവും. നമ്മൾ പറയില്ലല്ലോ, നമുക്കാരും മൊത്തയ്ക്ക് പറയാൻ പറ്റുമോ? എന്തിനാ ഈ നുണ പറയണമെന്ന് പറയാൻ പറ്റുമോ? ഇനി അതും പോരാതെ നമ്മൾ തലയാട്ടിയിരിക്കുകയാണല്ലോ, ഇവർ ഇതും കൂടിയും പറയും. അതിന് അവൾ അങ്ങനെയല്ല, ക്ലാസ്സിൽ
അങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. ആ ടീച്ചർ പറയണത് അങ്ങനെ അങ്ങോട്ട് വിഴുങ്ങും. അതേപോലെ ആ ടെക്സ്റ്റ് ബുക്കിനെ അവൾ ഒരു AI പോലെ, ഒരു സ്കാനർ പോലെയാണ് അവളുടെ കണ്ണുകൾ. അതേപോലെ ഫോട്ടോ കോപ്പി പോലെ ആൻസർ ഷീറ്റിലേക്ക് ഇടും. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊന്നും നടക്കുന്ന കാര്യങ്ങൾ. ആ കുട്ടി ഫുൾ A+ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അസലായി പഠിച്ചു വാങ്ങിയെടുത്ത് A+ ആണ്. അത് പറയുമ്പോഴാണ് അതിനെന്ത് വരുന്നത്, ഭംഗി വരുന്നത് എന്നാണ്. ഇനി ഇങ്ങനെ നമ്മൾ കുറച്ചും കൂടി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് കുറച്ച് വിനയപൂർവ്വം പ്രസൻറ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പം നമ്മുടെ ഒരു ഫോൺ, നമ്മൾ പുതിയൊരു ഫോണാണ്. അപ്പം നമ്മളോട് ചോദിക്കുകയാണ്, ഇത് പുതിയ ഫോണാണോ? അത് പുതിയതാണ്. ഏതാ ബ്രാൻഡ് ചോദിച്ചു, നമ്മൾ ബ്രാൻഡ് പറഞ്ഞു. ഏതാണ് ബ്രാൻഡ്? ഇനി അതിലവിടെ നിർത്താം. അത്രയ്ക്കേ ഉള്ളൂ അവരുടെ ആഗ്രഹം. പിന്നെ ഇനി അവർ കൂടുതൽ ചോദിക്കട്ടെ, അപ്പോൾ നമുക്ക് പറയാം. ചിലവർ അങ്ങനെയല്ല, ഇത് ഐഫോണിൻ്റെ ലേറ്റസ്റ്റ് ആണ്, ഇതിന് ഇത്രയാണ് വില, ഇതിന് ഇങ്ങനെ കുറേ. നമുക്ക് എന്താണ്, കേൾക്കുന്ന ആൾക്കാർക്ക് സത്യത്തിൽ അതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഫോണൊന്ന് ആളെ ചോദിച്ചു, അതിനൊരു ഉത്തരം, അതേതാ ബ്രാൻഡ്, ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും ചെയ്യാനില്ല. ഒരിക്കലും നമ്മൾ അപഹാസ്യരായി പോകരുത്. നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ചിലവരൊക്കെ എന്ത് തള്ള അറിയും. ചില സമയത്ത് ഞാൻ തന്നെ നാളൊരു ഇതിൽ വായിച്ചു, ഒരു സ്ത്രീ അവർ ഗസ്റ്റ് വരുന്ന സമയത്ത് അവർ പണിക്കാരത്തിയോട് പറഞ്ഞു വെച്ചിരിക്കുകയാണ് അത്രേ, ഗസ്റ്റ് വരും, ഞാൻ നിന്നോട് ചായ എടുക്കാൻ പറയും, അപ്പം നീ ചോദിക്കണം. പണിക്കാരത്തിയോട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്, അപ്പം നീ ചോദിക്കണം കാനഡയിൽ നിന്നുള്ള കപ്പിലാണോ കൊണ്ടുവരേണ്ടത്, അതോ ജർമ്മനിയിൽ നിന്ന് മാഡം കൊണ്ടുവന്ന കപ്പിലാണോ കൊണ്ടുവരേണ്ടത്, അതോ മാഡം നാള് ഇവിടെ പോയപ്പോൾ റഷ്യയിൽ പോയപ്പോൾ കൊണ്ടുവന്ന കപ്പിലാണോ കൊണ്ടുവരുന്നതെന്ന് ചോദിക്കണം അത്രേ. അപ്പം അങ്ങനെയാണ് ഇവരുടെ ഡീല്, ഓണറും മെയ്ഡും തമ്മിലെ ഡീൽ അങ്ങനെയാണ്. മറ്റേ ഗസ്റ്റ് വന്ന ഉടനെ ഈ സ്ത്രീ പറഞ്ഞു ചായ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ പണിക്കാരത്തി വന്ന് ചോദിച്ചു, ഏത് കപ്പിലാണ് മാഡം കൊണ്ടുവരുന്നത്, മാഡം ജർമ്മനിയിൽ പോയപ്പോൾ പോയതാണോ അതോ കാനഡയിൽ പോയപ്പോൾ കൊണ്ടുവന്ന കപ്പിലാണോ? അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു കാനഡയിൽ നിന്ന് കൊണ്ടുവന്ന കപ്പിൽ മതി, എടുത്തോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരോട് പറഞ്ഞു, ഇതൊക്കെ എന്താല്ലേ, അതൊക്കെ എന്തിനെങ്ങനെ ചോദിക്കണം, അവൾ അങ്ങനെയാണ്, അവൾക്ക് അങ്ങനെ ശ്രദ്ധിച്ചേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ഇതൊരു ശീലമായി, ഇവരിങ്ങനെ ചോദിക്കുന്നത് ഒരു ശീലമായി. കേൾക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലായി. ഒരു ദിവസം ഒരു ഗസ്റ്റ് ഇവർ പറഞ്ഞതിനേക്കാൾ കുറച്ച് നേരത്തെ വന്നു. ഡോർ ബെല്ലടിച്ചു, പണിക്കാരത്തി ചെന്നു. അപ്പോൾ മാഡം എവിടെയാ ചോദിച്ചു, പറഞ്ഞു മാഡം ഫോൺ ചെയ്യാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു ഹസ്ബൻഡ് എന്താ വെച്ചാൽ, അല്ല ഹസ്ബൻഡ് തന്നെയാണ് ഫോൺ ചെയ്യുന്നത് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് ചെന്നിട്ട് മാഡത്തിനോട് വിളിച്ചു, മാഡം ഏത് ഹസ്ബൻഡാണ് വിളിക്കുന്നത്, ജർമ്മനിയിലുള്ള ഹസ്ബൻഡാണോ വിളിക്കുന്നത്, കാനഡയിലുള്ള ഹസ്ബൻഡാണോ വിളിക്കുന്നത്, അതോ റഷ്യയിലുള്ള ഹസ്ബൻഡാണോ വിളിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പം നോക്കൂ, പൊങ്ങച്ചൻ കയറി വന്നിട്ട് അതിൻ്റെ തമാശയുടെ അറ്റത്തേക്ക് എത്തി എന്നുള്ളതാണ്. നമ്മൾ അങ്ങോട്ട് വളരെ മോശമായിട്ട് തന്നെ ചിത്രീകരിക്കപ്പെടും. നമ്മുടെ നല്ലൊരു ക്യാരക്ടറിനെ എന്തിനാണ് നമ്മളിങ്ങനെ ഇല്ലാത്തതും കൂട്ടി പറഞ്ഞിട്ടും നമ്മൾ എന്തിനാ മോശമാവുന്നത്? ഈ പുറം രാജ്യങ്ങളിലൊക്കെ പോയവരാണ് കുറച്ച് കൂടുതൽ ഇത് പറയുക. കാരണം മറ്റുള്ളവർ പോയിട്ടില്ലല്ലോ. എന്താണ് അവിടുത്തെ നീറ്റ്നെസ്, ഇവിടെയൊക്കെ എന്താണ് നമ്മളുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ അഭിമാനമുള്ളവരാണ്. ശരിയാണ്, കുറച്ച് വൃത്തികേടുകളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷെ നമുക്ക് നമ്മുടെ റോഡും നമ്മുടെ ഇതുമൊക്കെ, അപ്പം നമ്മളവിടെ എത്തിയിട്ടില്ല, മറ്റു സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുമില്ല. അവിടേക്ക് ഓടിച്ച് പഠിച്ചാലാണ് ശരിക്കുള്ള ഡ്രൈവിങ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുള്ളൂ. നമുക്കറിയാം ഇന്ത്യൻ റോഡ്സിൽ ഓടിച്ചാൽ നാളെ എവിടെ വേണമെങ്കിലും ഓടും എന്നുള്ളത് നമുക്കറിയാം. അന്നേരം അതേപോലത്തെ അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ, തണുപ്പൊക്കെ അങ്ങോട്ട് ഇതാവണം. അവിടെയൊക്കെ ജീവിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ജീവിക്കണം. ഇങ്ങനെയൊക്കെ പറയുന്നതും സത്യത്തിൽ ഒരു തളലല്ലേ? അപ്പോൾ നമ്മളൊന്ന് നല്ലോണം ശ്രദ്ധിക്കണേ. നമുക്ക് ഈ സ്വഭാവം ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് എത്രയും വേഗം നമ്മൾ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. നമുക്ക് സത്യമായിട്ടും വളരെ വിനയത്തോടു കൂടിയും കാര്യങ്ങൾ ചെയ്തു പോവാണ് നല്ലത്. നമ്മൾ എന്താണോ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, പ്രസൻറ്റ് ചെയ്യാം. താങ്ക് യു.